ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമീമു ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ സാന്ത്വനം 2ൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിശേഷത്തിലോട്ടൊന്ന് കടന്നാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഏവരും ശ്രമിക്കണം കേട്ടോ. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നമ്മുടെ അനുവിനെ പിടിച്ചുകൊണ്ട് പോയ അലോക് ഭയങ്കരമായിട്ട് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കല്യാണം മുടക്കി, അതായത് നമ്മുടെ അനുവിൻ്റെ അച്ഛൻ ബാലനും ഗോമതിക്കൊക്കെ ചീത്തപ്പേര് വരുത്തി ദേവമംഗലം കുടുംബം മൊത്തത്തിൽ നാണം കെട്ട് ആ ഒരു സിറ്റുവേഷനിലൊക്കെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമ്മുടെ അലോക് ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ അനന്തനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്യുതനും കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ അനന്തന് ഒരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം അലോക് എങ്ങാനും ഈ അനുവിൻ്റെ മിസ്സിങ്ങിൽ പങ്കുണ്ടോ എന്നുള്ളത്. കാരണം അപ്പോൾ അച്യുതൻ പക്ഷേ ഭയങ്കര ഇതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അലോക് എറണാകുളം പോയിക്കുകയാണ്. പക്ഷേ പറഞ്ഞത് വിശ്വസിച്ചുവെങ്കിലും അനന്തനൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അലോക് എങ്ങാനും ഇതിലുണ്ടോ. അപ്പം അച്യുതൻ പറഞ്ഞതുകൊണ്ട് പിന്നെ അത് കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ അനന്തൻ നിന്നില്ല. എന്നിട്ട് അനന്തൻ റൂമിൽ പോയ ശേഷം നമ്മുടെ നന്ദിതയായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അനുവിനെ ഈ ഇന്നത്തെ ദിവസം തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൽ അലോകിൻ്റെ കൈകളായിരിക്കില്ല. അപ്പം നന്ദിത പറയുന്നുണ്ട്, എനിക്ക് സംശയം ഇല്ലായിരിക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവന് പങ്കുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ അച്യുതനും രാജശ്രീ ചേച്ചിയൊക്കെ പറയുന്നത് അതേപടിയൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒരേപോലെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ കള്ളത്തര ഇല്ലേ എന്നിങ്ങനെ നന്ദിത പറയുന്നുണ്ട്. പക്ഷേ അച്യുതൻ അപ്പോൾ ആ സമയത്ത് അനന്തം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ അലോക് ചെയ്യാൻ പാടില്ലായിരുന്നു. പണ്ട് നമ്മുടെ മോള് ഒരു കല്യാണം വീട്ടിൽ അങ്ങനെ പെൺകുട്ടിയെ കാണാണ്ട് വരിക, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, നമ്മൾ ആ ഒരു അവസ്ഥ അനുഭവിച്ചവരാണ് നന്ദിത. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ മോള് മിത്ര ആ കല്യാണ സമയത്ത് ആ ഒരു ചീത്തപ്പേര് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, അതൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഒരിക്കലും അങ്ങനെ ബാലനും നമ്മുടെ ഗോമതിക്കും ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. നന്ദിത തീർത്ത് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ അലോകിൻ്റെ കൈകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ ഇന്ദിരാമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. നന്ദിത പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ഡൗട്ടുണ്ട്. അമ്മ പറയുന്നുണ്ട് അലോക് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, അല്ലാണ്ട് ആരുമല്ല എന്നൊക്കെ അമ്മയും പറയുന്നുണ്ട്, അനന്തേട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവർ രണ്ടുപേരും സ്വന്തം മോൻ എറണാകുളത്ത് പോയിക്കണമെന്ന് പറയണു, പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയുന്നുണ്ട്. എന്താ ചെയ്യുക. അതിനുശേഷം പിന്നെ കാണിക്കണേന്ന് പറയണത് നമ്മുടെ അലോകിനെയും നമ്മുടെ അനുവിനെയാണ്. അതിൽ അനുവിനെ പിടിച്ച് കെട്ടിയിട്ടേക്കണം. അപ്പോൾ അനു കിടന്ന് കരയുന്നുണ്ട്. അലോക് പറയുന്നുണ്ടെടി, നീ എന്തിനാണ് ഈ കിടന്ന് അലറുന്നത്, നീ എത്ര അലറിയാലും നിന്നെ വന്ന് രക്ഷിക്കാൻ ഇവിടെ ആരും പോകില്ല, ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല, പിന്നെ നീ എന്തിനാണ് ഈ കിടന്ന് അലറുന്നത്, നീയേ ഒരുപാട് അങ്ങ് അലറൊന്നും വേണ്ട, നീ കണ്ടോ എനിക്ക് ഇനിയും ഉണ്ട് കളി കളിക്കാൻ, നിൻ്റെ കല്യാണത്തിൻ്റെ മുഹൂർത്തം അടുത്ത് വരെയടി, ജീവനും കുടുംബവും നിൻ്റെ വീട്ടിൽ ദേവമംഗലത്ത് വന്ന് നിൻ്റെ അച്ഛൻ ആ പലചരക്കുകാരൻ ബാലനുണ്ടല്ലോ അവനെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിലിട്ട് ചവിട്ടി അരയ്ക്കണത് ഞാൻ കാണൂടി, അത് നീ കണ്ടോളാൻ പറഞ്ഞു. പ്ലീസ് അലോക്, എന്തിനാ നീ എന്നോട് ഇത്രയും ക്രൂരത ചെയ്യണത്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് അലോക് നിന്നോട് ചെയ്തത് എന്നൊക്കെ നമ്മുടെ അനുക്കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവൻ കേൾക്കും. അവൻ ആ അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. അനു പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, പ്ലീസ് എൻ്റെ കുടുംബം എന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമല്ലേ അലോകെ ചെയ്തതെന്ന് പറയാം. എന്നിട്ട് അനു ഇരുന്ന് കരയാണ് കേട്ടോ. ആ സമയം അനു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞതെന്നറിയാമോ അലോക് ഇങ്ങനത്തെ സ്വഭാവമുള്ളവനാണ്. അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ എനിക്ക് പ്രേമം മൂത്ത്, അലോകിനോടുള്ള പ്രേമം മൂത്ത് ഞാനങ്ങ് നടന്നു. പക്ഷേ എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അവൻ എത്രത്തോളം ദുഷ്ടനാണെന്നും ഒരു മനസാക്ഷി പോലും ഇല്ലാത്തവനാണ് എന്നുള്ളതൊക്കെ നമ്മുടെ അനുവിന് മനസ്സിലാവുകയാണ്. കാരണം രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല അനുവിന്, എന്ത് ചെയ്യാനാ. ഇതേ സമയം നമ്മുടെ സുകന്യയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എങ്ങാനും പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സുകന്യയുടെ ജീവിതം തീർന്നു. കാരണം ഇതിനു മുന്നേ ഒരു കേസ് ഉണ്ടായപ്പോൾ ധർമ്മൻ സുകന്യയുടെ കാരണം അടിച്ച് പൊളിച്ചതാണ്. ഈ വക കേസിൽ സുകന്യയുടെ പങ്കുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സുകന്യയ്ക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. സുകന്യ ഈ സമയം ഓടി കൃഷ്ണമംഗലത്തേക്ക് വരെയാണ്. വന്നിട്ട് അച്യുതൻ്റെ അടുത്തും രാജശ്രീയുടെ അടുത്തും ചെന്നിട്ട് പറയണം, അച്യുവേട്ടാ അതുപോലെ ചേച്ചി ഈ കേസിൽ എങ്ങാനും അഥവാ ഇനി എന്തെങ്കിലും അലോകിനെ പിടിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് എൻ്റെ പേര് നിങ്ങൾ വലിച്ചിഴക്കരുത് ഇതിലിട്ടെന്ന് നമ്മുടെ സുകന്യ പറയണ. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, നീ അതിന് മാത്രം ടെൻഷൻ ഒന്നും അടിക്കണ്ട, എന്ത്
എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ പേര് ഞങ്ങൾ പറയില്ല, അത് നിനക്ക് പോരേന്ന് ചോദിച്ചു. അപ്പോൾ അത് മതി. പക്ഷേ എങ്കിലും സുകന്യയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് നമ്മുടെ ദേവിയുടെ നോക്കിയിട്ടൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിലെങ്ങാനും ദേവിക്ക് ഇനി പങ്കുണ്ടോ? ആനന്ദിന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവീനെ റൂമിലോട്ട് ചെന്നിട്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട്, എടി എൻ്റെ അനുകുട്ടിയെ കാണാത്തതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോടി? ഈ കല്യാണം നടക്കരുത് എന്ന് നിനക്ക് ശരിക്കും മനസ്സിൽ ആഗ്രഹമില്ലേടി? നീ അമ്പലത്തിൽ പോയി നടക്കരുതെന്നല്ലേ എടി പ്രാർത്ഥിച്ചെന്ന് പറയും. പക്ഷെ അതൊരിക്കലും ദേവിക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു കേട്ടോ ആനന്ദിൻ്റെ വായിൽ നിന്ന് വന്നത്. ഒരിക്കലും ദേവി അങ്ങനെ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിക്ക് നാശം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമോ ആനന്ദേട്ടാ? എന്തിനാ എന്നോട് ഇത്രയും ക്രൂരത ആയിട്ടൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് കരയാണ്. നീ വലിയ പതിവ്രതയൊന്നും ചമയണ്ട, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടു അറിഞ്ഞ് മനസ്സിലാക്കിയവനാടി ഈ ആനന്ദ്. അതുകൊണ്ട് നീ വലിയ പതിവ്രത കളിയൊന്നും എൻ്റെ അടുത്ത് കളിക്കണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ഇതേ സമയം നമ്മുടെ ജീവനും കൂട്ടരും ഒക്കെ അമ്പലത്തിൽ കാത്തു നിൽക്കുകയാണ്. എന്താകും ഏതാകും ഒന്നും അറിയില്ല, ഇവരെ കാണാനുമില്ല. അവർക്കൊക്കെ ഭയങ്കര ടെൻഷനും ആയിട്ടുണ്ട്. പക്ഷേ ജീവന് ഈ അനു പറഞ്ഞിട്ട് അലോകിൻ്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ്റെ ദുഷ്ടപ്രവൃത്തികളും അവൻ്റെ ആ മനസ്സും ഒക്കെ ജീവനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവന് ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന സമയത്ത് നമ്മുടെ ജീവനും കൂട്ടരും ഒക്കെ വന്നിറങ്ങുകയാണ്. കാരണം ഇവരെ അമ്പലത്തിൽ കാണുന്നില്ല. കാണാത്തതുകൊണ്ട് അവരെല്ലാവരും നേരിട്ട് ദേവമംഗലത്തേക്ക് വന്നേക്കുക. മീനാക്ഷി കണ്ടിട്ട് അന്തം വിട്ടു. മീനാക്ഷി ഓടി ചെന്ന് പറയണ, അച്ഛാ അമ്മേ ഏട്ടാ ദേ ആ ജീവനും കുടുംബവും എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഗോമതിക്കൊക്കെ അങ്ങോട്ട് ടെൻഷൻ തുടങ്ങിയില്ലേ, എന്താ അവരോട് പറയാ? ഗോമതിയുടെ നെഞ്ചൊക്കെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ അച്യുതൻ നമ്മുടെ അലോകിനെ വിളിക്കുകയാണ്, എന്താണ് നീ പ്രശ്നങ്ങളൊക്കെ എന്തായെന്ന്. അപ്പോൾ അലോക് അച്യുതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛനല്ലേ പറയാറ് ഞാൻ ഒരു വിലയ്ക്കും കൊള്ളാത്തവനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നല്ലേ അച്ഛൻ ഈ അലോകിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അച്ഛൻ കണ്ടോ, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന് പോയ ചീത്ത പേര് ഞാൻ തിരിച്ചെടുത്ത് കാണിച്ചു തരാം. കൃഷ്ണമംഗലം കുടുംബം എന്താണെന്ന് ഏതാണെന്നും അവനൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറഞ്ഞു, എടാ നീ പ്രശ്നങ്ങൾ അധികം ഗുരുതരമൊന്നും ആക്കരുത് എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ അലോക് പറയുന്നത് അച്യുതൻ്റെ അടുത്ത്, അതെ ഇനിയിപ്പോൾ നമ്മുടെ ഈ ജീവനും കൂട്ടനും ദേവമംഗലത്ത് എത്തിക്കഴിയുമ്പോൾ അച്ഛൻ എന്നെ വിളിക്കണം, എനിക്ക് അന്നേരം ഒരു ചെറിയ കളിയും കൂടെ കളിക്കാനുണ്ട് എന്ന് പറയട്ടോ. അത് ശരിയെന്ന് പറഞ്ഞിട്ട് അച്യുതൻ ഫോൺ വെക്കുകയാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാജശ്രീ വിളിച്ചിട്ട് അലോകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ ഇവിടെ നല്ല പുകിലാണ് ദേവമംഗലത്ത്, ആ പെണ്ണിനെ കാണില്ലാന്നും പറഞ്ഞ് എല്ലാവരും കിടന്ന് ഓടി വിഷമിക്കുക. ചെറുക്കന്മാർ ആര്യനും ആകാശമൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ പോയിക്കുകയാണ്, ധർമ്മനും ഒക്കെ. പക്ഷേ പെണ്ണിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ജീവനും കുടുംബം എല്ലാവരും വന്നിട്ടുണ്ട്, അവരെത്തിയോ അമ്മയെന്ന് ഇങ്ങനെ അലോക് ചോദിക്കുകയാണ്. അപ്പോൾ രാജശ്രീ പറഞ്ഞു, എത്തിയടാ മോനെ, അവരിപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അമ്മ ഫോൺ വയ്ക്കുക, ഇനി ഈ അലോകിന് ഒരു കളി കൂടെ കളിക്കാനുണ്ട്, ഇപ്പം കണ്ടോ അമ്മ എന്ന് പറയും കേട്ടോ. അങ്ങനെ അലോക് നമ്മുടെ അനുവിൻ്റെ കൈ വലിച്ചു പിടിച്ചിട്ട് എണീക്കടി ഇവിടെ നിന്നെന്ന് പറയും. എങ്ങോട്ട് അലോക് എന്നെ കൊണ്ടുപോകണേ, കൈ വിട് എന്നും പറഞ്ഞ് കിടന്ന് കൊതറയാണ് കേട്ടോ നമ്മുടെ അനു. പക്ഷേ അലോക് നേരെ എന്ത് ചെയ്യും, ഈ അനുവിനെ പിടിച്ച് ഒരു കാറിലോട്ട് വലിച്ച് കയറ്റി അങ്ങ് ഇടുകയാണ്. എന്നിട്ട് പറയും, ബാടി നിന്നെ ഇന്ന് കാണിച്ചു തരാം, നിൻ്റെ ദേവമംഗലം കുടുംബം ഇന്ന് നാണം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പട്ടിയെ പോലെ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാടി, ആ പലചരക്കുകാരൻ്റെ ബാലൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ ഒരുപാട് മോശം വാക്കിലും ഒരുതരം ഭീഷണി സ്വരത്തിലൊക്കെ ഈ അലോക് പറയുകയാണ്. പക്ഷേ അത് എന്ത് ചെയ്യാൻ, അനുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരുത്തൻ്റെ കയ്യിൽ ഒരാൾ പോലും രക്ഷിക്കാനും ഇല്ല. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു അനു. ഈ സമയം അനുവിനെയും കൊണ്ട് ഈ അലോക് നേരെ ഇവരെ ദേവമംഗലം വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി ആളൊഴിഞ്ഞൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അനുവിനെ പിടിച്ച് പുറത്തിറക്കുകയാണ്. എന്നിട്ട് പറയും, എടി ഇന്ന് ഞാൻ കാണിച്ചു തരാം, നീ ഇറങ്ങടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് കൈ പിടിച്ച് വലിക്കണം. അനുവിന് ഭയങ്കരമായിട്ട് കൈ വേദനിക്കുകയാണ്. എന്നിട്ട് അനു പുറത്തിറങ്ങിയിട്ട് അവളെ നിന്ന് ഒച്ചയെടുക്കുകയാണ്. പക്ഷെ ആര് കേൾക്കാനാ? എന്നിട്ട് അലോക് പറയും, എടി അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇനി ഒരു പണിയും കൊണ്ടുണ്ട്, ഞാൻ ഈ താലിയും കൂടെ നിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് കെട്ടിയാലോ, പ്ലീസ് അലോകെ പ്ലീസ്, എന്നെ ഇത്രയും ക്രൂശിക്കല്ലേ, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്, എന്നെ ഒന്നും വെറുതെ വിട അലോകയെന്നും പറഞ്ഞ് അനു ഭയങ്കരമായിട്ട് കിടന്ന് കരയണം കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ആ സമയം ഒരു മനുഷ്യൻ ഒരു കാക്ക പോലും അവിടെ ഇല്ല. എന്ത് ചെയ്യും, ഒരു രക്ഷയില്ലാണ്ട് ആകെ ഇരിക്കട്ടോ. ഈ സമയം അച്യുതനും രാജശ്രീയൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം ദേവമംഗലത്ത് ഇനിയിപ്പോൾ വരാൻ പോണ ആ ട്വിസ്റ്റ് എന്താണ്, എൻ്റെ മകൻ
എന്താണ് ഇനി കാണിക്കാൻ പോണേന്നുള്ള രീതിയിൽ ഭയങ്കര ഇതിൽ അച്ഛനും അമ്മയും കൂടെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ആര്യനും ആകാശമൊക്കെ നമ്മുടെ അനുവിനെ തേടി അങ്ങും ഇങ്ങും അലഞ്ഞു നടക്കുക. അവർ തിരിച്ചിങ്ങനെ വരണ സമയത്താണ് നമ്മുടെ അലോകിനെ അതുപോലെ തന്നെ നമ്മുടെ അനുവിനെ ആ കാറുമായിട്ട് അവരവിടെ കാണുന്നത്. തീർന്നില്ലേ? അലോകിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? അലോകിനെ വെച്ചേക്കോ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? തീർന്നു കിട്ടിയ അലോകിൻ്റെ ജീവിതം കൊടുത്ത് അലക്കി ഇങ്ങെടുത്തു. ചുമരയിലൊട്ടിക്കാം ആ സിറ്റുവേഷനാക്കി അലോകിനെ. എടാ, എൻ്റെ പെങ്ങളടുത്താണോടാ നിൻ്റെ കളി? നിന്നെ പല പ്രാവശ്യം നിന്നെ വെറുതെ വിട്ടതാണ്. എന്നിട്ട് നീ വീണ്ടും ഞങ്ങളെ കുടുംബത്തെ പെണ്ണിനെ കയറി പിടിക്കാറായോടാ എന്നും പറഞ്ഞുകൊണ്ട് നല്ല കീറങ്ങോട്ട് കൊടുക്കേണ്ട കേട്ടോ ആര്യനും ആകാശമൊക്കെ. ഇതേ സമയം നമ്മുടെ ജീവനും അവരെ കുടുംബം എല്ലാം വന്ന് നിൽക്കുകയാണ്. ബാലൻ ആ സമയം അവരുടെ അടുത്ത് എന്തു പറയും? അവസാനം ബാലന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ബാലൻ പറയുന്നുണ്ട്, അനുമോളെ ഇങ്ങനെ കാണാനില്ല, ഞങ്ങളാകെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്, മക്കളൊക്കെ പോയി നോക്കാൻ പോയിട്ടുണ്ട്, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആര്യനും ആകാശും നമ്മുടെ അനുമോളെയും കൊണ്ട് വരെയാണ്. അനുമോൾ കരഞ്ഞുകൊണ്ട് ഓടി വരെയാണ്. വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ അലോക് എന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. കാരണം കല്യാണ മുഹൂർത്ത സമയം വരെ എന്നെ കെട്ടിയിട്ടിട്ട് ആ കല്യാണം നടക്കാണ്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, എന്നെ കുറേ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കൊടുത്തു. അലോകിനെ ഓടിച്ച് കൈയും കാലും ഓടിച്ച് കെട്ടിയിട്ട് നല്ല കീറ് കൊടുത്ത് അവിടെ ഇട്ടൊക്കെയാണ്. കാരണം വെച്ചാൽ തൻ്റെ ഒരേ ഒരു പെങ്ങളാണ് തങ്ങളുടെ, വിട്ടുകൊടുക്കും ആങ്ങളമാർ, കൊടുത്ത് അലക്കി മെരിക്കിയെന്ന് തന്നെ പറയാട്ടോ. പക്ഷേ ഈ സമയം അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവന് പറ്റി. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവൻ്റെ കൂടെ അനു ആ ഒരു സത്യം, അതായത് അലോക ആരാണെന്നും തനിക്ക് തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആയിരുന്നു എന്നും അവൻ എത്രത്തോളം ദുഷ്ടതകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ ജീവനുമായിട്ട് അനു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവന് അറിയാമെന്നുള്ളത് കൊണ്ട് അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവന് മനസ്സിലായി. പക്ഷേ അലോകിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോവാണ്. അലോക് വിചാരിച്ചിരുന്നത് എങ്ങനെയാണെങ്കിലും ജീവൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ തൻ്റെ കൂടെ ഒരു ദിവസം ഇങ്ങനെ താൻ കൊണ്ടുപോയെന്നും താൻ ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറയുമ്പോൾ ജീവൻ ഉപേക്ഷിച്ച് അവളെ കളയും, ആരെ? അനുമോളെ. അങ്ങനെ കല്യാണം മുടങ്ങും എന്നൊക്കെയായിരുന്നു അലോകിൻ്റെ കണക്ക് കൂട്ടൽ. എല്ലാം തെറ്റിമറിച്ചുകൊണ്ട് കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ അനുമോളുടെ വിവാഹം നടക്കുകയാണ്. അപ്പോൾ അത് നല്ല വമ്പൻ ട്വിസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതിന് എന്താ പറയുക, അലോകിന് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥയായിപ്പോയി. കാരണം ഇത്രയും കിടന്ന പാടുപെട്ട് അവസാനം ഇടി കൊണ്ട് അവൻ്റെ ഇടപാട് തീർന്ന ഒരു അവസ്ഥയായിപ്പോയി. അവസാനം അനുമോൾ കുറച്ച് കാര്യം തലേദിവസം തൊട്ട് ആ ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം തന്നെയായിരുന്നു അനുമോൾ നേരിട്ടത്. കാരണം അനുമോൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും ആയിപ്പോയി. പിന്നീട് ഇതിൻ്റെ ഇടയിൽ സുകന്യയ്ക്ക് നല്ല പണി കിട്ടി. കാരണം അനുമോൾ പറയുന്നുണ്ട്, സുകന്യ ഇതിൻ്റെ ഇടയിൽ സുകന്യേച്ചി എന്നെ അലോകുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചതും ഇങ്ങനെ പോയി മാപ്പ് പറയാനും അതിനെല്ലാം നിന്നത് ഈ സുകന്യേച്ചി ആണെന്നുള്ളതും കൂടെ അനു പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടി സുകന്യയുടെ ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ മതി. സുകന്യയുടെ കട്ടയും പോടും ഒതുങ്ങിയില്ല. ധർമ്മം വെച്ചേക്കുമോ സുകന്യേനെ? ആരും വെച്ചില്ല. ബാലനാണെങ്കിലും ശരി, ഗോമതി ആണെങ്കിലും തൻ്റെ കൊച്ചിന് ഇത്രയും ഇടങ്ങേറിൽ വരുത്തി. പക്ഷേ സത്യം പറഞ്ഞാൽ സുകന്യ ഇങ്ങനൊരു സിറ്റുവേഷൻ അലോക് ഉണ്ടാക്കി തീർക്കുമെന്ന് സുകന്യ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. പറഞ്ഞ് പ്രശ്നങ്ങൾ അങ്ങ് സോൾവായി തീരട്ടെ എന്നുള്ളത് മാത്രമേ സുകന്യ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടം കൊണ്ടൊന്നും നിന്നില്ല, ആ സുകന്യയുടെ കയ്യിലൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ത്വനം 2 അടിപൊളി ഈ ഒരു 1 വീക്കിൽ വരുന്ന ഓരോ എപ്പിസോഡിലും അടിപൊളി സിറ്റുവേഷൻസാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിക്കുള്ള പ്രൊമോ ഇന്നിപ്പോൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും പുതിയ വിശേഷം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള സപ്പോർട്ട്. കാരണം നമ്മുടെ വീഡിയോ തുടക്കം മുതലേ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ സീരിയൽ നമ്മുടെ തമിഴിൽ വരുന്നുണ്ട്. ഏകദേശം സെയിം എപ്പിസോഡ് തന്നെയാണ്. മലയാളവും തമിഴും ഒരേ റൂട്ടിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, സ്റ്റാർ ബട്ടൺ ഹൈപ്പ് അടിക്കുക. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ വീഡിയോസ് കേൾക്കാനായിട്ട് ശ്രമിക്കണം, സ്കിപ്പൊന്നും അടിച്ച് വിടരുത്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സാന്ത്വനം 2-ന്റെ പുതിയ വിശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ശുഭദിനം എല്ലാവർക്കും. നമുക്ക് വീണ്ടും അടുത്ത വിശേഷവുമായി കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.